മഴ മാറിയപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ട്ടാ. റോഡ് മൊത്തം കുണ്ടും കുഴിയായിട്ട് കിടക്കാണ്. രേഷ്മേച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങിയതാണ് ട്ടാ. എന്റെ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഈ നേരെ കാണാനായിട്ട് ഞാൻ പഠിക്കുന്ന സ്കൂള്, അതിന്റെ ഫ്രണ്ടിൽ തന്നെ പള്ളിയും. ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ പോവാ. ഒരു ട്രൈപോഡ് നോക്കണമെന്ന് കുറെ നാളായി വിചാരിക്കണു. എന്റെ കയ്യിലുണ്ടായിരുന്ന ട്രൈപോഡിന്റെ റിംഗ് ലൈറ്റ് ഒക്കെ നാശായി. അപ്പൊ എന്തായാലും കുന്നംകുളത്തേക്ക് വന്നല്ലേ എന്ന് ചോദിച്ചിട്ട് ഫോൺ ഗാലറിയിൽ കയറി. ഇതാണ് ഞങ്ങൾ നോക്കിയ ട്രൈപോഡ്. ഓൺലൈനിൽ നിന്ന് വാങ്ങണ ക്വാളിറ്റിന് എനിക്ക് കണ്ടപ്പോ തോന്നിയത്. റിംഗ് ലൈറ്റിന് മാത്രമേ ചെറിയൊരു വ്യത്യാസം തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങണതിന്റെ സെയിം പോലെ തോന്നിയത്. ഇനി എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. എന്തായാലും സാധനം ഞാൻ വാങ്ങിയില്ല, ഓൺലൈനിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ച്. ഓൺലൈനിലാവുമ്പോ വിലയും ചെറിയ വ്യത്യാസം ഉണ്ടാവുകയെ. ഞാൻ അവിടേക്ക് വിളിച്ചു നോക്കിയതാണ് കേട്ടോ ട്രൈപോഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുറെ പ്രതീക്ഷയായിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോ തകിടം മറിഞ്ഞു. വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഒരു ടാബ് വേണമായിരുന്നു. എന്തായാലും ഇവിടെ വന്നല്ലോ എന്ന് ചോദിച്ചിട്ട് അത് നോക്കാൻ പോയി. സാംസങ്ങിന്റെ ടാബാണ് നോക്കിയത്. അങ്ങനെ അതിന്റെ വിലയൊക്കെ ചോദിച്ചിട്ട് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് പോന്നു. ഇനി ഇവിടുന്ന് രേഷ്മേച്ചിയുടെ വീട് ലക്ഷ്യം വെച്ചിട്ട് പോവാണ്. രേഷ്മേച്ചി കുറെ നാളായി പറയണു വീട്ടിലേക്ക് വായോന്ന്. വീട് പാർക്കിൽ കഴിഞ്ഞിട്ട് 4-5 മാസമായെങ്കിലും ഞാൻ ഇതുവരെയായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. രേഷ്മേച്ചി എന്ന് പറയണ അമ്മയുടെ ചങ്ക് ഫ്രണ്ട് ആണ് ട്ടാ. ഇന്ന് വരാന്ന് ഞങ്ങള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെയും കാണാലോ, വാലടച്ചിട്ട് എങ്ങോട്ടാലും പോയാണാവോ. ഞങ്ങൾ ചെന്നിട്ട് ബെല്ലടിച്ചപ്പോ ആള് വാല് പറഞ്ഞു. രേഷ്മേച്ചി അമ്മയുടെ ഫ്രണ്ടാണ് ചിങ്കി. രേഷ്മേച്ചിയുടെ മോള് എന്റെ ഫ്രണ്ടാണ് ട്ടാ. അതാണ് വൈക, രേഷ്മേച്ചിയുടെ മോള്. ആൾക്ക് വീടിയുടെ മുന്നിൽ വരാൻ ഭയങ്കര ചമ്മലാണ്. ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ വന്ന രേഷ്മേച്ചിയുടെ അവിടേക്ക്. അങ്ങനെ രേഷ്മേച്ചി എന്റെ ഡ്രസ്സിന്റെ അളവൊക്കെ എടുത്ത്. ആൾ അടിപൊളി ഡിസൈനറും ടൈലറും ആണ് ട്ടാ. ആളുടെ സ്റ്റിച്ചിങ്ങിന്റെ റൂമാണ് ട്ടത്. വീട്ടിലിരുന്നിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. അങ്ങനെ രേഷ്മേച്ചി ചായ ഉണ്ടാക്കിയിട്ട് കേക്കൊക്കെ വെച്ച് തന്നു. അങ്ങനെ എന്റെ യൂട്യൂബ് വീഡിയോസിന്റെ കാര്യങ്ങൾ രേഷ്മേച്ചിയുടെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യമൊക്കെ ഇരുന്ന് സംസാരിച്ച് അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ച കേക്കൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടാ.